ഹലോ എവരിവൺ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അല്ലെ ജന്മത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്തുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്തുന്നത് പെട്ടെന്നൊരു ദിവസമായിരിക്കും. പെട്ടെന്നൊരു ദിവസം അവർക്ക് ഒരു ഉൾവിളി പോലെ എന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം അല്ലെ എന്റെ ഉദ്ദേശം ഇതാണ് എന്ന് തിരിച്ചറിയുന്നവരായിരിക്കും. എന്നാൽ ചില വ്യക്തികൾക്ക് ഒരുപാട് വർഷങ്ങൾ എടുത്തായിരിക്കും അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സ്പിരിച്വലി ഡെവലപ്പ് ആകുന്ന ഒരു ടൈമിൽ നമ്മൾ യൂണിവേഴ്സുമായിട്ട് വളരെയേറെ കണക്റ്റഡ് ആവും. ഇങ്ങനെ സ്പിരിച്വലി നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ എന്തൊക്കെ സയൻസ് ആയിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എക്സ്ട്രീം കമ്പാഷൻ. യൂണിവേഴ്സുമായി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈൻ എന്ന് പറയുന്നത് അവർ എക്സ്ട്രീം ആയിട്ട് കമ്പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. മറ്റുള്ളവരോട് ആത്മാർത്ഥമായിട്ട് ജെനുവിൻ ആയിട്ട് കമ്പാഷനും എമ്പതിയും കാണിക്കും. അത് ആനിമൽസിനോടായാലും ഹ്യൂമൻ ബീയിങ്സിനോടായാലും അവര് നല്ല രീതിയിൽ അനുകമ്പയും ദയവും ഒക്കെ ഉള്ള വ്യക്തികൾ. വെരി അവെയർ ആൻഡ് മൈൻഡ്ഫുൾ. സ്പിരിച്വലി യൂണിവേഴ്സുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഓരോ മൊമെന്റും ലൈഫിന്റെ നിങ്ങൾ എൻജോയ് ചെയ്ത് പ്രസന്റിലായിരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കും. നിങ്ങളെ പാസ്റ്റോ ഫ്യൂച്ചറോ ഒരു തരത്തിലും അലട്ടുകയില്ല. ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ചെറിയ ചെറിയ നേട്ടങ്ങളിലെല്ലാം നിങ്ങൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരും ഒരുപാട് സന്തോഷിക്കാനും കഴിയുന്നവരും ജീവിതത്തെ ആസ്വദിക്കാനായിട്ട് കഴിയുന്ന വ്യക്തികളുമായി. സ്ട്രോങ് ഇൻറ്റ്യൂഷൻ. സ്പിരിച്വലി നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻറ്റ്യൂഷൻ കാണും. ഈ ഇൻറ്റ്യൂട്ടീവ് പവർ നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷനിൽ അല്ലെ ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇംപെർഫെക്ഷൻ ഡസ് നോട്ട് സ്കെയർ ദം. ഈ പ്രപഞ്ചവുമായി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഇംപെർഫെക്ഷൻസ് ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. പലപ്പോഴും നമ്മൾ മനുഷ്യര് നമ്മളുടെ അപൂർണതകൾ അല്ല നമ്മളുടെ പോരായ്മകളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് നല്ല ഒരു മുഖം അല്ലെങ്കിൽ നമ്മളുടെ നല്ല വശങ്ങൾ മാത്രമാണ് എപ്പോഴും പുറത്തു കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ സ്പിരിച്വലി യൂണിവേഴ്സുമായി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പാത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തികൾ ഒരിക്കലും ഇംപെർഫെക്ഷൻസിനെ ഓർത്ത് ഒരുപാട് ഭയമോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരുപാട് ആവലാതികൾ ഉള്ള വ്യക്തികളോ ഒന്നുമല്ല. നേരെ മറിച്ച് ഈ ഇംപെർഫെക്ഷൻസ്, ഈ അപൂർണതകളൊക്കെയും എന്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന വ്യക്തികളാണ്. എ ലവ് ഫോർ നേച്ചർ. നമ്മളുടെ ലൈഫിന്റെ യഥാർത്ഥ പർപ്പസ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് യാത്ര ചെയ്യുന്നവര് ഈ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്നവരായിരിക്കും. പ്രകൃതിയിൽ ഒരുപാട് സമയം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അതോടൊപ്പം തന്നെ പ്രകൃതിയോട് സംസാരിക്കുവാനും ഈ നേച്ചറിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇണങ്ങി ജീവിക്കാനും ഒക്കെ ഒരുപാട് താല്പര്യം കാണിക്കും. റിയലൈസേഷൻ ഓഫ് എ ഹയർ പർപ്പസ്. ഈ പ്രപഞ്ചവുമായിട്ട് നമ്മൾ ഒരുപാട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുന്നവരായിരിക്കും. ഈ മെറ്റീരിയൽ വേൾഡില് ഭൗതികമായ നേട്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ എന്റെ വിളി മറ്റുള്ളവർക്കും ഈ സമൂഹത്തിനും ഈ ലോകത്തിനും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ വിളിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാകുന്ന വ്യക്തികളായിരിക്കും. മനുഷ്യരായ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിന്റെ യഥാർത്ഥ പർപ്പസ് അല്ലെങ്കിൽ വിളി തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ്. പലപ്പോഴും ഭൗതികമായിട്ടുള്ള പല നേട്ടങ്ങളും നേടാൻ വേണ്ടി നെട്ടോട്ട് ഓടുമ്പോൾ ലൈഫിന്റെ റിയൽ പർപ്പസ് കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയാറില്ല, അല്ലെ അതിൽ നമ്മൾ ശ്രമിക്കാറുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഘട്ടത്തിൽ നമ്മളൊന്നുമല്ല എന്നും ജീവിതത്തിൽ എനിക്കൊന്നും നേടാൻ സാധിച്ചില്ല എന്നുമുള്ള ഒരു വലിയ ഒരു പശ്ചാത്താപം അല്ലെ ഒരു റിഗ്രറ്റ് നമ്മളെ പിന്തുടരും പിന്നീടുള്ള ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ വിളി നമ്മൾ തിരിച്ചറിയുക, ആ ഒരു വിളിക്ക് അനുസരിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.